രാജസ്ഥാൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ ആണ് തലസ്ഥാനം. അണുപരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയ സ്ഥലമായ പൊഖ്റാൻ രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ് 1959. മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നു. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു. മധ്യപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച പുതിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഏറ്റവും കൂടുതൽ ഗിരിവർഗക്കാർ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം. തലസ്ഥാനം ഭോപ്പാൽ. വജ്രഖനിയായ പന്ന, ഖജുരാഹോ ക്ഷേത്രങ്ങൾ, സാഞ്ചി സ്തൂപം എന്നിവയും മധ്യപ്രദേശിലാണ്. മഹാരാഷ്ട്ര വളരെ വ്യാവസായികവൽക്കരിക്കപ്പെട്ടതും നഗരവൽക്കരിക്കപ്പെട്ടതുമായ ഇന്ത്യൻ സംസ്ഥാനം. തലസ്ഥാനം മുംബൈ. സംസ്ഥാനത്തെ പ്രധാന ഉത്സവം ഗണേശ ചതുർത്ഥിയാണ്. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന നൃത്തരൂപമാണ് തമാശ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഹിന്ദി സിനിമയുടെ കേന്ദ്രമായ ബോളിവുഡ് മുംബൈയിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിലാണ്. സംസ്ഥാനത്തെ പ്രധാന തുറമുഖങ്ങളാണ് മുംബൈ പോർട്ടും നവശേവ പോർട്ടും. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. അജന്ത എല്ലോറ, എലഫന്റ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ്. ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതി. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം 1953. ഹൈദരാബാദ്, സിക്കന്ദരാബാദ് ഇന്ത്യയുടെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. കുച്ചിപ്പുടി പ്രധാന നൃത്തരൂപമാണ്. ചാർമിനാർ കോട്ട, തിരുപ്പതി ക്ഷേത്രം എന്നിവ ആന്ധ്രയിലാണ്. ശ്രീഹരിക്കോട്ട, കൊല്ലേരു തടാകം എന്നിവയും ആന്ധ്രാപ്രദേശിലാണ്. ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 കലാപം തുടങ്ങിയ സ്ഥലമായ മീററ്റ് യു.പിയിലാണ്. ബ്രഹ്മർഷി ദേശമെന്നും മധ്യദേശമെന്നും അറിയപ്പെട്ടിരുന്നു. ലക്നൗ തലസ്ഥാന നഗരം. ജമ്മു കാശ്മീർ. കൽഹണൻ എഴുതിയ രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദീകരിക്കുന്നു. സംസ്ഥാനത്തിലെ ഔദ്യോഗിക ഭാഷ ഉറുദു. ഭരണഘടനയുടെ 370 ആർട്ടിക്കിൾ സംസ്ഥാനത്തിന് പ്രത്യേക ഭരണഘടനാ പദവി നൽകുന്നു. ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. 2 തലസ്ഥാന നഗരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. അമർനാഥ്, ദാൽ തടാകം, ഗുൽമാർഗ് ഇവയെല്ലാം ജമ്മു കാശ്മീരിലെ പ്രധാന സ്ഥലങ്ങളാണ്. ഗുജറാത്ത്. തലസ്ഥാനം ഗാന്ധിനഗർ. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂററ്റ്, കണ്ടല തുറമുഖം, ദണ്ഡി കടപ്പുറം, ഗിർ വനം, സോമനാഥ ക്ഷേത്രം, സർദാർ സരോവർ അണക്കെട്ട് ഇവയെല്ലാം ഗുജറാത്തിലെ പ്രധാന സ്ഥലങ്ങളാണ്. കർണാടകം. ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. കറുത്ത മണ്ണുള്ള ദേശം എന്നർത്ഥമുള്ള കുരുനാട് എന്ന വാക്കിൽ നിന്നാണ് കർണാടകം എന്ന പേർ ലഭിച്ചത്. കർണാടകത്തിന്റെ തലസ്ഥാനമായ ബംഗളൂരു അറിയപ്പെടുന്നത് പൂന്തോട്ട നഗരം, ഇന്ത്യയുടെ സിലിക്കൺ താഴ്വര, ഇലക്ട്രോണിക് നഗരം, പെൻഷനേഴ്സ് പാരഡൈസ് എന്നിങ്ങനെയാണ്. കർണാടകത്തിന്റെ ദേശീയ ഉത്സവം ദസറയാണ്. കർണാടകത്തിലെ പ്രധാന നൃത്തരൂപം യക്ഷഗാനമാണ്. സംസ്ഥാനത്തിന്റെ ആദ്യ പേർ മൈസൂർ എന്നാണ്.
ചന്ദനമരങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം? ഒറീസ. പഴയ പേർ കലിംഗം. സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ഭുവനേശ്വർ അറിയപ്പെടുന്നത് ക്ഷേത്ര നഗരം എന്നാണ്. പ്രധാന നൃത്തരൂപം ഒഡീസിയാണ്. രഥോത്സവം നടക്കുന്ന പുരി ജഗന്നാഥ ക്ഷേത്രം ഒറീസയിലാണ്. നെല്ലു ഗവേഷണ കേന്ദ്രമായ കട്ടക്ക്, ചിൽക്ക തടാകം, റൂർക്കേല ഉരുക്കുശാല, കൊണാർക്കിലെ സൂര്യക്ഷേത്രം, ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിൽ, സിംലിപാൽ ദേശീയ ഉദ്യാനം എന്നിവ പ്രധാന സ്ഥലങ്ങളാണ് ഒറീസയിലെ. ഛത്തീസ്ഗഡ് ദക്ഷിണ കോസലം എന്നറിയപ്പെട്ടിരുന്നു. തലസ്ഥാനം റായ്പൂർ. ഇന്ത്യയിൽ 26ാമത് രൂപം കൊണ്ട സംസ്ഥാനം. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയായ ഷിയോനാഥ് നദി ഈ സംസ്ഥാനത്തിലാണ്. തമിഴ്നാട് ഇന്ത്യയിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഭരതനാട്യത്തിന്റെ നാടായി അറിയപ്പെടുന്നു. പ്രധാന ഉത്സവം പൊങ്കൽ. ഇപ്പോഴത്തെ തലസ്ഥാനമായ ചെന്നൈയുടെ പഴയ പേര് മദ്രാസ്. തമിഴ്നാട്ടിലെ ഭാഷയായ തമിഴ് ആണ് ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ. സംസ്ഥാനത്തിന്റെ ആദ്യ പേർ മദ്രാസ് എന്നായിരുന്നു. 1969 മദ്രാസ് സംസ്ഥാനത്തിന്റെ പേർ ഔദ്യോഗികമായി തമിഴ്നാട് എന്നാക്കി മാറ്റിയത്. കേന്ദ്ര തുകൽ ഗവേഷണ കേന്ദ്രം ചെന്നൈ. കലാക്ഷേത്രം അടയാർ. കൽപ്പാക്കം ആണവ നിലയം, കൂടംകുളം ആണവ നിലയം, മറീന ബീച്ച് എന്നിവ തമിഴ്നാട്ടിലെ പ്രധാന സ്ഥലങ്ങളാണ്. ബീഹാർ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. വിഹാരങ്ങളുടെ നാട് എന്നതിൽ നിന്നാണ് ബീഹാർ എന്ന പേര് രൂപം കൊണ്ടത്. തലസ്ഥാനമായ പാറ്റ്നയുടെ പഴയ പേര് പാടലീപുത്രം എന്നാണ്. ഷെർഷാ സൂരിയുടെ ശവകുടീരം. ലോക് നായക് ജയപ്രകാശ് നാരായണൻ വിമാനത്താവളം പാറ്റ്ന. നളന്ദ സർവകലാശാല, ചമ്പാരൻ എന്നിവ ബീഹാറിലെ പ്രധാന സ്ഥലങ്ങളാണ്. പശ്ചിമ ബംഗാൾ പുരാതന കാലത്ത് വങ്ക എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം. ചണം, അരി എന്നിവ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന സംസ്ഥാനം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി ആയി അറിയപ്പെട്ടിരുന്നത് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യ മെട്രോ റെയിൽ സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം. ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണശാല, സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം, അതിന്റെ പഴയ പേര് ഡംഡം വിമാനത്താവളം എന്നിവ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പ്രഭാത കിരണങ്ങൾ പതിക്കുന്ന മലനിരകളുടെ നാട് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഉദയസൂര്യന്റെ നാട് എന്നും അറിയപ്പെടുന്നു. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ശതമാനം വനമേഖലയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമായ തവാങ്, പ്രസിദ്ധ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ പരശുറാം കുണ്ട് എന്നിവ അരുണാചൽ പ്രദേശിലെ പ്രധാന സ്ഥലങ്ങളാണ്. ജാർഖണ്ഡ് ബീഹാറിന്റെ തെക്കൻ മേഖലയിലെ ജില്ലകൾ ചേർത്താണ് ജാർഖണ്ഡ് രൂപീകരിച്ചത്. ആദിവാസി ഭൂമിയായി അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ഉരുക്ക് നഗരമായി അറിയപ്പെടുന്നു. ബൊക്കോറോ ഉരുക്ക് നിർമ്മാണശാല, പലമാവു ദേശീയ പാർക്ക്, ഹസാരി ബാഗ് വന്യജീവി കേന്ദ്രം എന്നിവ എല്ലാം ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്. ഹരിയാന
എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ഹരിയാനയിലാണ്. പാൽ ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്നതിനാൽ ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാക്ടറുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. കുരുക്ഷേത്രം, പാനിപ്പട്ട് യുദ്ധം നടന്ന പാനിപ്പട്ട് നഗരം ആദ്യ ഇക്കോ സിറ്റിയായും ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണമായും അറിയപ്പെടുന്നു. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം എന്ന സ്ഥലം ഹരിയാനയിലാണ്. ആസാം. കാമരൂപ എന്നായിരുന്നു ആസാമിൻ്റെ പഴയ പേർ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടമായാണ് അസം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നു. ബിഹു ആസാമിലെ പ്രമുഖ ഉത്സവമാണ്. ഇന്ത്യയിലെ ആദ്യ പാരാമിലിറ്ററി ഫോഴ്സ് 1835 രൂപീകരിച്ച ആസാം റൈഫിൾസ് ആണ്. കാസിരംഗ നാഷണൽ പാർക്ക്, മനാസ് നാഷണൽ പാർക്ക്, ഉമാനന്ദൻ മയിൽ ദ്വീപ്, നദീജന്യ ദ്വീപായ മാജുലി, ദിഗ്ബോയ് എണ്ണ ശുദ്ധീകരണശാല എന്നിവ അസാമിലെ പ്രധാന സ്ഥലങ്ങളാണ്. ഉത്തരാഞ്ചൽ. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ 27ാമതായി രൂപം കൊണ്ട സംസ്ഥാനം. ഉത്തർപ്രദേശിൽ നിന്ന് വിഭജിച്ച ഭാഗമാണ് ഉത്തരാഞ്ചൽ. ഉത്തരാഞ്ചൽ സംസ്ഥാനത്തിലെ സാമ്പത്തിക നിലയെ മണി ഓർഡർ സാമ്പത്തികം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജിം കോർബറ്റ് ദേശീയ പാർക്ക്, മസൂറിയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ, യമുനോത്രി, ഗംഗോത്രി, ബദരീനാഥ്, കേദാർനാഥ്, ഋഷികേശ്, ഹരിദ്വാർ എന്നിവ ഉത്തരാഞ്ചലിലാണ്. ഹിമാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ആപ്പിൾ സംസ്ഥാനം എന്നും അറിയപ്പെടുന്നു. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലെ ഖജാർ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നു. ദലൈലാമയുടെ വാസസ്ഥലമായ ധർമ്മശാല ഹിമാചൽ പ്രദേശിലാണ്. ഡൽഹൌസി സുഖവാസ കേന്ദ്രം, കുളു സുഖവാസ കേന്ദ്രം, മണാലി സുഖവാസ കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രമായ ജ്വാലാമുഖി എന്നിവ ഹിമാചൽ പ്രദേശിലാണ്. പഞ്ചാബ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ധാന്യ കലവറ. ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനം. പഞ്ചാബിലെ അമൃത്സർ സോളാർ നഗരം എന്നറിയപ്പെടുന്നു. സുവർണക്ഷേത്രം. ഇന്ത്യയിലെ ഉയരം കൂടിയ ഡാമായ ഭക്രാനങ്കൽ, ജാലിയൻവാല ബാഗ്, പൂന്തോട്ട നഗരമായ പാട്യാല എന്നിവ പഞ്ചാബിലാണ്. കേരളം. സാക്ഷരത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ 1.18% ഭൂവിസ്തൃതിയുണ്ട് കേരളത്തിന്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നു. ജനസാന്ദ്രത കൂടിയ 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. നിലവിൽ വന്നത് 1956 നവംബർ 1. ഭൂവിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. മേഘാലയ. മേഘങ്ങളുടെ പാർപ്പിടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. തലസ്ഥാനമായ ഷില്ലോങ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളായ മൗസിൻറാം, ചിറാപുഞ്ചി എന്നിവ മേഘാലയയിലാണ്. ഖാസി, ഖാരോ, സന്താൾ എന്നിവർ മേഘാലയയിലെ പ്രമുഖ ഗിരിവർഗങ്ങളാണ്. മോസ്മായ് വെള്ളച്ചാട്ടം, ഉമിയാം തടാകം എന്നിവ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. മണിപ്പൂർ.
ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇങ്ങനെ ഒരു വിശേഷണം മണിപ്പൂരിന് നൽകിയത് നെഹ്റുവാണ്. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന ഉദ്യാനമാണ് മണിപ്പൂരിലെ കീബുൾ ലംജാവോ. തലസ്ഥാനം ഇംഫാൽ. മിസോറാം. കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ് മിസോറാം എന്ന വാക്കിന്റെ അർത്ഥം. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ സാക്ഷരതയുള്ള സംസ്ഥാനം. ഉയർന്ന നാട് എന്ന അർത്ഥമുണ്ട് മിസോ എന്ന വാക്കിന്. വ്യാവസായങ്ങളില്ലാത്ത നാട് എന്ന വിശേഷണം മിസോറാമിനുണ്ട്. തലസ്ഥാനം ഐസ്വാൾ. നാഗാലാൻഡ്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നാണ് നാഗാലാൻഡ്. നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. തലസ്ഥാനം കൊഹിമ. ത്രിപുര. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. 3 നഗരങ്ങൾ എന്നാണ് ത്രിപുര എന്ന വാക്കിനർത്ഥം. ഗോത്രവർഗക്കാർ മുള കൊണ്ട് നിർമ്മിക്കുന്ന ടോങ് എന്ന വീടുകൾ പ്രസിദ്ധമാണ്. തലസ്ഥാനം അഗർത്തല. സിക്കിം. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം. ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചൻജംഗ സിക്കിമിലാണ്. സിക്കിമിലെ പ്രധാനപ്പെട്ട നദിയാണ് ടിസ്റ്റ. സിക്കിമിലെ പ്രധാന ഗോത്രവർഗങ്ങളാണ് ഗോർഖാലീസ്, ലെപ്ചാസ് എന്നിവ. ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡുള്ള സംസ്ഥാനം. പോർച്ചുഗീസുകാരിൽ നിന്ന് മുക്തമായത് 1961. ഗോവയിലെ പ്രധാന നദി മണ്ഡോവിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി ഗോവയിലാണ്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. തെലുങ്കാന. ഇന്ത്യയുടെ 29ാമത് സംസ്ഥാനം. ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന ഹൈദരാബാദാണ് തലസ്ഥാനം. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി ഹൈദരാബാദിലാണ്. ചാർമിനാർ ഹൈദരാബാദിലാണ്.